നമസ്കാരമുണ്ടേ. കേരളം 2 വട്ടം ചരിത്രത്തിലാദ്യമായി CPM ഭരിച്ചു, പിണറായി വിജയൻ ഭരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഭരിച്ചു കടക്കണിയിലാക്കി മുടിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ VD സതീശൻ പറയണതേ. അപ്പോൾ ഖജനാവിൽ ഒന്ന് ടോർച്ചൊക്കെ അടിച്ച് സതീശൻ പരിശോധിച്ച് നോക്കിയപ്പോഴല്ലേ അറിയണത് അവിടെ ഒരു പൂച്ചയല്ല 9 പൂച്ച പറ്റി കിടക്കണത്. നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു 4000 കോടി ഖജനാവിൽ കരുതി വെച്ചിട്ടാ അവർ പടിയിറങ്ങിയെന്ന് പറയണേ. ഇത് കേട്ട് സതീശൻ കഴിയുന്നത്ര ടോർച്ചൊക്കെ സംഘടിപ്പിച്ച് ഇന്ന് ആ ഖജനാവിൻ്റെ ഇരുട്ടിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു 5-8 പൂച്ചകൾ അവിടെ പ്രസവിച്ച് കിടക്കണമെന്നല്ലാണ്ട് 4000 കോടി പോയിട്ട് 4 അണ ശിവ നെറ്റിമ പോറാൻ കിട്ടിയില്ല സതീശനെ. അപ്പം ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരുട്ടം പരിപാടിയൊക്കെ തന്നെയുള്ള പിണറായി വിജയൻ ഈ 10 കൊല്ലക്കാലം നടത്തിയത്. കടം മേടിക്കുക, പിന്നെ ആ കടം വീട്ടാൻ വേണ്ടി വേറെ ഒരു സ്ഥലത്ത് കടം മേടിക്കുക, അങ്ങനെ കടം മേടിച്ച് 5 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്ന് എണ്ണിയാലായി 5 ലക്ഷം കോടി തീരാന്നുള്ളത് വെറുതെ ഒന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ സങ്കല്പിച്ച് നോക്കുക. അപ്പം 5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ ആക്കിയിട്ടാണ് പിണറായി വിജയനും ഈ CPMകാരും പടിയിറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പണിയായത് എങ്ങനെയൊക്കെ ഈ ഭരണം നടത്തിക്കൊണ്ട് പോകും, നിത്യനിദാനം നടത്തി എങ്ങനെ പെൻഷൻ കൊടുക്കും, എങ്ങനെ ശമ്പളം കൊടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ വട്ടച്ചെലവൊക്കെ എങ്ങനെ കഴിക്കും എന്നുള്ള കാര്യത്തിൽ VD സതീശൻ ആകെ പരിങ്ങലിലായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മന്ത്രിമാരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്ത് എങ്ങനെ കേരളത്തിന് ഇത്രത്തോളം വലിയ കടക്കണി വന്നത് അത് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് കണക്കാക്കി ഓരോരോ വകുപ്പിലും എന്തൊക്കെ നടന്നേക്കണേ, പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെ പുതിയ പദ്ധതികൾ അവർക്കുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഈ കടം മേടിച്ച് കള്ളക്കടം മേടിച്ച് ഇത്രയും വലിയ കോടികളൊക്കെ മുടക്കി എന്ത് വികസനം ഉണ്ടാക്കിയേ എന്നുള്ള ഓരോ വകുപ്പ് തല മന്ത്രിമാരും പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴുണ്ടാ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രിയായ മുരളീധരൻ തൻ്റെ വകുപ്പിൽ ചില പരിശോധനകളൊക്കെ നടത്തിയപ്പോഴാണ് മനസ്സിലാകണേ ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥത നടന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വെള്ളാന എന്ന് പറയുന്നത് KSRTCനെയാണ്. KSRTCയിലെ ഏറ്റവും വലിയ അഴിമതി നടക്കാറുള്ളത്, കോടികളുടെ കുംഭകോണം നടക്കാറുള്ളതെന്ന് പറഞ്ഞത് വെറുതെയാണ്. കാരണം ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ തന്നെയാണ്. ആരോഗ്യവകുപ്പിൽ എന്ന് പറയുമ്പോൾ KK ശൈലജ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ മുതൽ വീണ ജോർജ് 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്നിടത്തരം വരെ വലിയ അഴിമതികളാണ് നടന്നിരിക്കുന്നത്. വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ കോടി രൂപയുടെ അഴിമതി, ശതകോടികളുടെ അഴിമതി. എങ്ങനെ അഴിമതി നടന്നിരുന്നല്ലേ? KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ കോവിഡ് വന്നപ്പോൾ അതിന് ഈ കോവിഡ് കിറ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് ഒരു അഴിമതി നടത്തിയിട്ടുണ്ട്. അത്രേ 550 രൂപ വരെയുള്ളൊരു കോവിഡ് കിറ്റിന് 1150 രൂപയ്ക്ക് അവർ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ നേരെ ഇരട്ടിയിലധികം പണമില്ലേ? എന്നാൽ ഈ കോവിഡ് കിറ്റ് വാങ്ങിയത് എവിടെ? പാളയം മാർക്കറ്റിലോ അല്ല എന്താണ് കഴക്കൂട്ടത്തിലുള്ള പച്ചക്കറി വിൽപ്പനക്കാരിൽ നിന്നാണ്. അവരതിൻ്റെ ഇടനിലക്കാരായെന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം അശാസ്ത്രീയമായാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നുള്ളത് കാര്യങ്ങൾ പിടികിട്ടി. ഇപ്പം എന്തായാലും അതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു VD സതീശൻ സർക്കാർ. അപ്പോൾ K മുരളീധരൻ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആരോഗ്യവകുപ്പിൽ നടന്നിരിക്കുന്ന കരിങ്കൊള്ള കണ്ടുപിടിക്കുന്നതിന് വേണ്ടി V മുരളീധരൻ്റെ താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ KK ശൈലജ ഇന്ന് വരെ ഉണ്ടാക്കിയെടുത്ത അവരുടെ നല്ലൊരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് ഉൾപ്പെടെ തകരും, കള്ളി വെളിച്ചത്താകുന്നുള്ള കാര്യങ്ങൾ വെളിവായിരിക്കണം. പിന്നെ 2ാമത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിൻ്റെ കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ബീരാനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഹാരിസ് അവിടെ ചികിത്സിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ലൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ വരുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുന്ന രോഗികൾ, അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുന്നവർക്ക് അവർക്ക് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഡോക്ടർ കുറേയൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്തു, അല്ലാതെ തന്നെ കൊണ്ട് സാധിക്കാത്ത വരുമ്പോൾ 5-6 സമാന ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള രോഗികളോട് എല്ലാവരോടും പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആ ഉപകരണങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് ശസ്ത്രക്രിയ നടത്തി കൊടുത്തു. അതിൻ്റെ പേരിൽ ആ ഡോക്ടറെ ഈ വീണ ജോർജും പിണറായി വിജയനൊക്കെ എത്രമാത്രം പഴിച്ചു, എത്രമാത്രം പുറത്തു നിർത്തി എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണല്ലോ. ഇപ്പോൾ ശതകോടികളുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശതകോടികളുടെ ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിച്ചു വച്ചിരിക്കുന്നു. അതായത് ഉപകരണങ്ങൾ വാങ്ങിച്ചു എന്ന് തന്നെയല്ല, അത് കേടായി കഴിഞ്ഞാൽ അത് മാറ്റി ഉപയോഗിക്കത്തക്ക രീതിയിൽ ചിലപ്പോൾ ഒരു മുട്ടുസൂചി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ നെട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവുന്ന ഒരു ഉപകരണമാണെങ്കിൽ പോലും പിന്നീട് ആ അവസ്ഥയ്ക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ കോടികൾ അവിടെ എങ്ങനെ പോയി? വീണ്ടും പുതിയത് ഇറക്കുമതി ചെയ്യും. ഈ ഇറക്കുമതി ചെയ്യുന്ന ഈ ഉപകരണങ്ങൾ കൊണ്ട് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി ലഭ്യമാക്കണ ഇത്തരം സാധനങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഇത്തരം സാധനങ്ങൾ കൊണ്ട് സാധാരണക്കാരന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതുകൊണ്ട് ചികിത്സയ്ക്ക് എന്തെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ സാധാരണക്കാരായ രോഗികൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ഉപകാരമില്ല. അപ്പോൾ കാശ് കട്ട് മുടിക്കുന്നതിന് വേണ്ടി പണ്ട് KSRTC വെള്ളാനെന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതല്ല, ഇപ്പോൾ
ആരോഗ്യ വകുപ്പിനെയാണ് പിണറായി വിജയനും വീണ ജോർജും കെ ശൈലജയും ഒക്കെ ചേർന്ന് കെടുകാര്യസ്ഥതയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്ന ശതകോടികളുടെ അവിടെ അഴിമതി അവിടെ നടന്നേക്കണേ എന്നാണ് പറയണത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കെ മുരളീധരൻ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകണു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആരോഗ്യമന്ത്രി അകത്ത് പോകും എന്ന് തന്നെയാണ് പറയണേ. അപ്പോൾ അവരകത്ത് പോകുകയാണെങ്കിൽ അവർ സൂക്ഷ്മം പറയുമല്ലോ, 1000 രൂപയുടെ ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ ഇത്ര കമ്മീഷൻ ഇന്ന ആൾക്ക്, ഇത്ര കമ്മീഷൻ ഇന്ന ആൾക്ക് എന്ന് പറയുമ്പോൾ 1 കോടി രൂപയുടെ അല്ലെങ്കിൽ 2 കോടി രൂപയുടെ സാധനങ്ങൾ വരുമ്പോൾ ഇതിൽ എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ ഇന്ന ആൾക്കെന്നുള്ള അവർ പറയുമല്ലോ. ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ട് ധാരാളം ഇങ്ങനെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കണു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈ ഉപകരണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് കൊള്ളാത്ത ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കേട് പിടിച്ച് കിടന്ന സാധനങ്ങളൊക്കെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ സ്റ്റോക്കിൽ കാണിച്ച് വില എഴുതി അവർ കണക്കിൽ കൊള്ളിച്ച് ശതകോടികൾ എഴുതിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ ബോധ്യമായിരിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ വീണ ജോർജിന് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുകയാണെങ്കിൽ തീർച്ചയായും അവർ പിണറായി വിജയൻ്റെ പേര് പറയും. പിണറായി വിജയൻ്റെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ വെടിപ്പായി അന്വേഷണ സംഘം എത്തും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന കേസും ED അന്വേഷിക്കുന്ന കേസിനും എല്ലാം ഉപരിയായി ഇപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ആശുപത്രികളിലേക്ക് ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ മേടിച്ച കേസിൽ പിണറായി വിജയനും വീണ ജോർജും ശൈലജ ടീച്ചറും ഒക്കെ അകത്ത് പോകും എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. ഇപ്പോൾ എന്തായാലും കെ മുരളീധരൻ കച്ചട്ടി ഇറങ്ങിയിരുന്നു, VD സതീശൻ അതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്താ ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.